28 വാക്യം കാണാതെ പറയാൻ പറ്റുമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എടുത്താൽ അതിനകത്ത് നന്മ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ആകെ തുക എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ നന്മ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഫിലിപ്പിയർ 1:12. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഈ പകൽക്കാലം അടുത്തു വരികയാണ്. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ കർത്താവേ. അങ്ങെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. എത്ര വലിയ ഭാഗ്യമാ! അളവുപോലെ ഞങ്ങൾക്ക് മനോഹര ദേശത്ത് ഇട്ടു തന്നതിനായി ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവേ ഞങ്ങൾ എല്ലാ കാലത്തും വാഴ്ത്തപ്പെട്ട കർത്താവേ. ഹല്ലേലൂയ. അങ്ങെ ആരാധിപ്പാൻ, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർപ്പാൻ സ്വർഗം പ്രസാദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്, ഞങ്ങളങ്ങ് വന്ദിക്കുകയാണ്, ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുകയാണ്. വചനത്തിന്റെ ചുറ്റും ഇരിക്കുമ്പോൾ ഹൃദ്യമായ ഞങ്ങളോട് സംസാരിക്കണം. ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. വചനം സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായ നിന്റെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് കത്തുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ അടിയനെ ഒന്നുകൂടെ കഴുകിയാട്ട് യാഗപീഠത്തിൽ നിന്ന് കൊണ്ടിക്കൊണ്ടൊരു തീക്കടലെടുത്ത് അടിയനാവിനെ ഒന്ന് തൊടുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാവിന്മേൽ അഗ്നിഅഭിഷേകം തന്നാട്ട് ശുദ്ധീകരിച്ചാട്ട് ശുദ്ധീകരണത്തോടെ വിശുദ്ധീകരണത്തോടെ അങ്ങനെ വിശുദ്ധ വചനം കൈകാര്യം ചെയ്യാൻ മക്കളുടെ പരിശുദ്ധവാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകം. Hallelujah, fresh anointing and authority of the Spirit of God. സ്വർഗം പകർന്നാട്ട് അങ്ങ് മഹത്വമെടുത്താട്ട് താഴ്ത്തിട്ട് പുത്രന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ 2 വാക്യങ്ങളിലും നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി കൂട്ടിച്ചാക്കുന്ന ദൈവമാണ്, കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് അതേ 119-ാം സങ്കീർത്തനത്തിന്റെ 71-ാം വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. 119-71. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഏറെ ഗുണമായി. ആമേൻ. ദാവീദ് പറയുകയാണ്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഏറെ ഗുണമായി. 119-ാം സങ്കീർത്തനത്തിന്റെ 71-ാം വാക്യം. എത്ര മനോഹരമായ വാക്യം! ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ വേദപുസ്തകത്തിലെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പഴയ നിയമം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അതൊക്കെ അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവസഭയ്ക്കും പ്രയോജനകരമായി തീർന്ന അനേക സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ കൂടെ ഇന്ന് പകൽക്കാലം ഒന്ന് കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ മോശയെ കുറിച്ച് ചിന്തിച്ചൊരു കാര്യമാണ്. മോശ വാസ്തവത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. 40 വർഷം ഫറവോന്റെ ഭക്ഷണം കഴിച്ച് സകല ആയുധ വിദ്യകളും പഠിച്ച് ദേശത്തിലും ഭാവത്തിലും രൂപത്തിലും സംസാരത്തിലും എല്ലാം അതിനിപുണനായി തീർന്ന മോശ. ആ മോശ അവിടെ വസിക്കുമ്പോഴാണ് അവരൊരിക്കൽ പുറത്തു പോയപ്പോൾ ഒരു മിസ്രയീമ്യൻ തന്റെ ഒരു ഇസ്രായേലിനെ അടിക്കുന്ന കണ്ടപ്പോൾ മോശ വിചാരിച്ചു ദൈവം തന്റെ ആയുധബലം കൊണ്ട്, കായിക ബലം കൊണ്ടാണ് ദൈവം തന്റെ ജനത്തെ വിടുവിക്കാൻ പോകുന്നതെന്നുള്ള തെറ്റിദ്ധാരണയിൽ മോശ മിസ്രയീമ്യനെ അടിച്ചുകൊണ്ട് തന്നെത്താൻ അവനെ മണൽ കുഴിച്ച് തന്നെത്താൻ അവനെ മറവ് ചെയ്തു. പിറ്റേന്നാൾ 2 ഇസ്രായേലികൾ തമ്മിൽ അടികൂടിയപ്പോൾ അവിടെ മധ്യസ്ഥ പറയാൻ ചെന്നപ്പോഴാണ് അവനൊരു ചോദ്യം ചോദിച്ചു. മറ്റേ ഇസ്രായേലിനെ ഇന്നലെ കൊന്നതുപോലെ നീ എന്നെ ഞങ്ങളെ കൊല്ലുവാനാണോ ഭാവിക്കുന്നതെന്ന് കേട്ടപ്പോൾ മോശ പറ
ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് എന്താ പറ്റി? ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. നിങ്ങൾ എന്റെ കൂടെ വേണം. ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. വാസ്തവത്തിൽ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയത് കൊണ്ട് മോശയ്ക്ക് എന്തുകൊണ്ടുണ്ടായി? 40 വർഷം മരുഭൂമിയില് ആടുകളെ തീറ്റി. അത് കഴിഞ്ഞപ്പോ മോശ എങ്ങനെയായി? മോശയായി അല്ലേ? കാരണം എങ്ങനെ കേട്ടാ, അതിനു മുമ്പ് പറയുന്ന മോശ അതിനിപുണനായിരുന്ന വാക്സാമർഥ്യമുള്ളവനായിരുന്ന. പക്ഷെ ഈ ആടുകളുടെ ശബ്ദം എങ്ങനെ 24 മണിക്കൂറാവും കേൾക്കുന്ന എന്തുവാ? അത് കേട്ട് 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 അവന്റെ ശബ്ദം ഇപ്പൊ എങ്ങനാ ഇല്ലേ? അപ്പോ വാസ്തവത്തിൽ മോശ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ട് എന്തോ ഗുണമുണ്ടായി? ആവശ്യം ഇത് പറഞ്ഞതാ. തന്റെ മർദ്ദമായി പ്രസംഗിക്കുന്ന ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ പ്രസംഗിച്ച വിഷയം പിന്നെ അടുത്ത വർഷം ചെല്ലുമ്പോൾ പ്രസംഗിച്ചാൽ പുതിയൊരു ശബ്ദം കേൾക്കുന്നു ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് എല്ലാവരും കൈവെക്കുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തുവായിരുന്നു പറഞ്ഞേ? ഞങ്ങൾ ഉറക്കേങ്ങ് പറയാം, തെരുന്നേങ്ങ കേട്ടിട്ട് മണിക്കൂടി ഞങ്ങൾ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറയണമല്ലോ. പേടി എല്ലാവർക്കും. മോശ വാസ്തവത്തിൽ അവിടുന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ മോശ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കും. സംശയമുണ്ടോ? ഉണ്ടോ? നമ്മുടെയൊക്കെ ചിലരുടെ പാവമൊക്കെ കണ്ടാൽ തോന്നും ഞാനില്ലെങ്കിൽ ദൈവം തമ്പരാൻ പട്ടിണി കിടന്നു പോകും. ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വേല നടക്കത്തില്ലെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചാൽ പ്രവർത്തിച്ചാൽ കർത്താവിന്റെ ഇതത്തിന് നിന്നാൽ നമുക്ക് നമ്മുടെ തലമുറകൾക്കും അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ചെയ്തില്ലെങ്കിൽ ദൈവം വേറൊരാൾക്ക് ആ സ്ഥാനം കൊടുക്കും. The army of the Lord is marching on, all and on. ദൈവത്തിന്റെ സൈന്യത്തെ എങ്ങനെ മാർച്ച് ചെയ്യാം? അവിടെ നിനക്കൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ നീ നിന്നാൽ നീ വിരുദ്ധ പ്രാപിക്കും. പക്ഷെ ആ പൊസിഷനിൽ നിന്നില്ലെങ്കിൽ നിനക്ക് ആ പൊസിഷൻ നഷ്ടപ്പെടും. ദൈവം വേറൊരാളുടെ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് മോശയുടെ ജീവിതം നമ്മൾ കാണുന്നത് അവൻ അവിടുന്ന് ഇറങ്ങിയത് കൊണ്ട് അവൻ ഫറവോന്റെ മകനെന്നുള്ള നിലയ്ക്ക് ഇസ്രായേൽ മക്കളുടെ പുറകെ പോകേണ്ടി വന്നേനെ. അവനും ആരുടെ കൂടെ വെള്ളത്തിൽ മുങ്ങിച്ചത്തേനെ? ഇസ്രായേലിന്റെയും ഫറവോനും സൈന്യത്തോടും കൂടെ ചെങ്കടലിൽ മോശ മുങ്ങിത്താഴുമായിരുന്നു. അപ്പൊ മോശയുടെ ജീവിതത്തിൽ ദൈവം സംഭവിച്ച് എന്താക്കി തീർത്തു? അവന്റെ നന്മയ്ക്കായിട്ട് തീർത്തു. ദൈവം അവനെ ഇറക്കി. അവൻ ഇറങ്ങിയതുകൊണ്ട് അവരുടെ നന്മയ്ക്കായിട്ട് തീർന്നു. പ്രിയമുള്ളവർ, ഏത് കഷ്ടങ്ങളിൽ കൂടെയും ഏത് പ്രയാസങ്ങളിൽ കൂടെയും വേദനകളിൽ കൂടെയും ശോധനകളിൽ കൂടെയും പ്രതികൂലങ്ങളിൽ കൂടെ കടക്കുമ്പോൾ നമ്മള് ദൈവം തമ്പുരാനെ മുറുകെ പിടിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ തമ്പുരാൻ പറയാ, ഓനെ നീ പ്രാർത്ഥന നിർത്ത്, ഇതെന്റെ ഹിതമാണെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിപ്പോ. ദൈവഹിതമാണെന്ന് വ്യക്തമായി മറുപടി കിട്ടുന്നിടം വരെ പ്രാർത്ഥിക്കാം. ഒരു കുഴപ്പമില്ല. നിർബന്ധിച്ച് പ്രാർത്ഥിക്കാം, മുട്ടിപ്പായി പ്രാർത്ഥിക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിന് അതിനകത്ത് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ ദൈവ പദ്ധതിക്ക് നീ കീഴ്പ്പെടാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് യോസേഫിന്റെ ജീവിതമാണ്. യോസേഫ് എത്രാമത്തെ വയസ്സിലാണ് സ്വപ്നം കണ്ട്? 17-ാമത്തെ വയസ്സിലാണ്. ഇതിന്റെ റെഫറൻസ് നിങ്ങളൊന്ന് കുറിച്ചിട്ടോ. ഉൽപ്പത്തി പുസ്തകം 37:2. ഉൽപ്പത്തി 37:2. പെട്ടെന്ന് എടുക്കും. എടുത്ത് ആരെടുത്താലും വായിച്ചു. യോസേഫിന് 17 വയസ്സായപ്പോൾ മതി. യോസേഫിന് 17 വയസ്സുള്ളപ്പോഴാ അവനൊരു ദർശനം ലഭിച്ചു. ദർശനമൊക്കെ നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല അല്ലെ. പക്ഷെ ദർശനത്തിൽ അവൻ കണ്ടത് എന്താ? തന്റെ പിതാവും സഹോദരന്മാരും സകലരും തന്നെ നമസ്കരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് മുഴുവൻ അസൂയായി,
സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ ചേർന്ന യോസേഫിനെ പിടിച്ച് സഹോദരന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒട്ടക്കണക്കിലിട്ടു. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി യോസേഫിന്റെ ജീവിതം. സ്വന്തം താൻ സ്നേഹിച്ച് അവരുടെ വിവരം അന്വേഷിക്കാൻ ചെന്നപ്പം സഹോദരങ്ങളെല്ലാം കൂടെ പിടിച്ച് അവനെ പൊട്ടക്കണക്കിലായിട്ട്. നമ്മളായിരുന്നു എന്താ പറഞ്ഞേ? എന്താ പറയും? സൂര്യ എന്താ പറയുന്നത്? ചതിച്ചില്ല. ശരിയാ, ചതിച്ചില്ല. പിന്നെ എന്നാലും എന്റെ സ്വന്തം രക്തമേ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ദൈവം നിങ്ങളോട് ചോദിക്കട്ടെ. ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ഇരിമ്യാവിനെ കാവൽപ്പന മുറ്റത്ത് ഒട്ടക്കാനത്തിൽ ഇറക്കിയപ്പോ ഇരമ്യാ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം തമ്പുരാൻ നിങ്ങളോട് പകരം ചെയ്യട്ടെ. പക്ഷെ യോസേഫ് ഒന്നും കിട്ടിയില്ല. അത് മാത്രമല്ല, തന്റെ അപ്പൻ തന്നെ സ്നേഹിച്ച് തനിക്ക് കൊടുത്ത വിലയേറിയ അങ്കി അത് ആരടിച്ചോണ്ട് പോയി? സഹോദരങ്ങൾ അടിച്ചോണ്ട് പോയി. കാരണം എന്തിനു വേണ്ടിയാ? ആ അങ്കി രക്തത്തിൽ, ആടിന്റെ രക്തത്തിൽ മുക്കി യോസേഫിനെ മൃഗങ്ങൾ കടിച്ചു കീറി കൊന്നെന്നുള്ളതിന് തെളിവായിട്ട്. യാക്കോബിന് ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്താണെന്നറിയാമോ? അത് ഞാൻ എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ദൈവാത്മാവ് പറയുന്നത് പറയാം. യാക്കോബിന് ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്തുവാ? ആരെ പറ്റിച്ചു? അപ്പനെ പറ്റിച്ചു. നോക്കണം, നമ്മൾ ഒരിക്കല് എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പാപക്ഷമ വാങ്ങിച്ചില്ലെങ്കിൽ തലമുറകളിലേക്ക് ആ ശാപം കയറി ചെല്ലും. ശ്രദ്ധിച്ചോ? പണ്ടൊക്കെ ഈ കൊച്ചുന്നിപദേശിയുടെ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടു, എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ വീട്ടിലൊക്കെ കൊച്ചുന്നിപദേശിയുടെ കൺവെൻഷൻ വെക്കും. അപ്പൊ കൺവെൻഷൻ വെക്കുമ്പോൾ വലിയ പന്തിട്ട് കൊച്ചുന്നിപദേശി അവിടെ നിന്നോട്ട് പ്രസംഗിച്ച് കഴിയുമ്പോൾ ചോദിക്കും, ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഉരുളി കടം വാങ്ങിച്ചോണ്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കാത്തവരുണ്ടോ? ഇടിവെട്ടുന്ന പോലാ ചോദിക്കുന്നേ. ആരെങ്കിലും ഉണ്ടാവും, എഴുന്നേക്കും. ഇതാ ഇന്ന് രാത്രി തന്നെ നീ വീട്ടിൽ കൊണ്ടുപോയി ആ ഉരുളി തിരിച്ചു കൊടുക്കോടാന്ന് പരസ്യമായിട്ട് ചോദിക്കും. അവൻ പറയും, പൊന്നുപദേശി കൊടുത്തോളാം, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടതായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഇടപാടുകളിൽ ആരോടും ഒരു അതിക്രമം ഉണ്ടാകാൻ പാടില്ല. പിശാചിന് അവകാശം പറയാൻ നമ്മൾ ഇടം കൊടുക്കരുത്. ഇത് വലിയൊരു മർമ്മമാണ്. ഒരുത്തനൊരു ദ്രോഹം ചെയ്താൽ അത് തലമുറകളിലേക്ക് വ്യാപരിക്കും. നമ്മൾ അവനോട് ചെയ്ത ദ്രോഹത്തിന് നമ്മൾ പരിഹാരം ചെയ്തില്ലെങ്കിൽ, അവനോട് ക്ഷമ ചോദിച്ച് പരിഹാരം ചെയ്തില്ലെങ്കിൽ, ദൈവം നമ്മളോടും നമ്മുടെ തലമുറകളോടും അത് കണക്കിടും. ദൈവം നീതിമാനാണ്, ദൈവം വിശ്വസ്തനാണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. യോസേഫ് പക്ഷേ ഒന്നും മിണ്ടിയില്ല, അവനത് സഹിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് വിശദമായി പറയുന്നതാണെങ്കിൽ ഞാൻ ഓടിച്ചോടിച്ച് പറഞ്ഞു പോവുക. അത് കഴിഞ്ഞപ്പോ യോസേഫിനെ പൊട്ടക്കറ്റിന്ന് കേട്ടി. എങ്ങോട്ട് കയറി ചെന്നു? രാജാവിന്റെ അകമ്പടി നായകന്റെ വീട്ടിൽ, പൊത്തീഫറിന്റെ വീട്ടിൽ. സ്വാഭാവികമായി നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ എന്ത് വിചാരിച്ചേനെ? ഞാനിപ്പോ എവിടെ വരെ എത്തി? രാജാവിന്റെ അകമ്പടി നായകന്റെ കൊട്ടാരത്തിൽ വരെ എത്തി, അല്ലെ? അപ്പൊ കൊട്ടാരത്തിന്റെ ഭഗവാന്റെ കൊട്ടാരത്തിന്റെ തൊട്ടിപ്പുറത്തായിരിക്കാം ഞാൻ അങ്ങ് വിചാരിക്കുക. അപ്പം പലപ്പോഴും യോസേഫ് അവിടെ നിന്നോട്ട് നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ പറഞ്ഞാണ്, ഓ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഞാൻ എവിടെ ഇരിക്കാൻ പോന്നേ? ഫറവോന്റെ കൊട്ടാരത്തിൽ, അവന്റെ സിംഹാസനത്തിൽ രണ്ടാമതായി ഞാൻ ആ ഫറവോന്റെ കൊട്ടാരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇരിക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന യോസേഫ് ചെന്ന് പെട്ടെന്ന് എങ്ങോട്ടാണ്? കാരാഗ്രഹത്തിൽ. ആലോചിച്ച് നോക്കിയേ, ഈ വറചട്ടിയിൽ നിന്ന് ഈ എരിതിയിലേക്കെന്ന് പഴയ ഒരു പരമ്പരയുണ്ട്, അല്ലേ? ചട്ടിയിൽ നിന്ന് നേരെ തെറിച്ചു വീണത് എങ്ങോട്ടാ? തീക്കകത്ത്. ചൂട് ചട്ടിയിലെ ചൂട് കാരണം സഹിക്കാൻ എടുത്ത് ചാടിയതാ, ചാടി വീണത് തീക്കകത്ത്. നോക്കണം, അതും യോസേഫ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ? ആണോ? അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ആയിരുന്നു
ആയിരുന്നെങ്കിൽ ഈ പൊത്തീഫറിന്റെ ഭാര്യ ചെന്ന് തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ച് യോസേഫിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടാൻ നേരത്ത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു കാര്യമെങ്കിലും ചെയ്തേനെ. എന്തുവാ? ഇവരെല്ലാം നല്ല വിശുദ്ധരാണ്. ഞാനായിരുന്നെങ്കിൽ ഒരല്പം കുടുംബകലം ഉണ്ടാക്കി ചേർന്നപ്പോൾ ഞാനായിരുന്നെങ്കിൽ പൊത്തിപ്പറിനോട് പറയുന്നു, ഒരു യജമാനെ ഭാര്യ ഒന്ന് സൂക്ഷിച്ചോളെ. നീ എന്നെ വിശ്വസിക്കത്തില്ലായിരിക്കും, എങ്കിലും ഇവിടെ ഒന്ന് സൂക്ഷിച്ചോളെ കേട്ടോ. കുടുംബകാലം ഉണ്ടാകാൻ അതിൽ കൂടുതൽ വല്ലതും വേണം? ഒന്നും വേണ്ട. യോസേഫ് മിണ്ടാതി കഷ്ടത സഹിച്ചു. ഇവിടെ ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി വറചട്ടിയിൽ നെരുതിയിലേക്ക് വീഴുന്നത് പോലുള്ള അനുഭവങ്ങളിൽ കൂടെ കടത്തിവിടുമ്പോൾ ആരെല്ലാം അതിന് ഉത്തരവാദിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ അവരോട് യാതൊരു വിധത്തിലുള്ള കയ്പും തോന്നരുത്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്. It is from God himself. God has allowed that to come in your life. നിന്റെ ജീവിതത്തിൽ അത് വരാൻ ദൈവം അനുവദിച്ചിട്ടാ വന്നത്, അല്ലാതെ വെറുതെ സംഭവിച്ചതല്ല. ഇവിടെ നിനക്ക് ആരോടും കയ്പ് തോന്നണ്ട, ആരോടും വിദ്വേഷം തോന്നണ്ട. യോസേഫ് തന്റെ നന്മയ്ക്കാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. യോസേഫ് അടുത്ത ചെന്ന കാരാഗ്രഹത്തില് അവിടെ പാനപാത്രവാഹകനും അപ്പക്കാരനും രാജാവിന്റെ രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാർ അവർ ആ കാരാഗ്രഹത്തിൽ വന്നു. അവര് സ്വപ്നം കണ്ടു. യോസേഫ് ആ സ്വപ്നം വിവരിച്ചു കൊടുത്തതിനനുസരിച്ച് പാനപാത്രവാഹകന് മൂന്നാം ദിവസം അവൻ രാജസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. രാജസന്നിധിയിലേക്ക് അവൻ ചേർക്കപ്പെടുന്നതിന് മുമ്പ് യോസേഫ് അവനോട് ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ രാജസന്നിധി ചെല്ലുമ്പോൾ ഞാൻ ഒരുത്തൻ ഇവിടെ അന്യായമായി കിടപ്പുണ്ടെന്ന് നീ ഒന്ന് രാജാവിനോട് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നതൊക്കെ മനുഷ്യര് പറഞ്ഞു. മനുഷ്യരുടെ കാര്യം ഇത്രയേ ഉള്ളൂ. എത്ര പേര് ദൈവദാസനാണെന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം മറന്നുപോകും. എനിക്കറിയാം. ഈ ചിലടത്ത് ചെല്ലുമ്പോൾ ഞാൻ ഈ കണ്ണിന്റെ വേദന നിവൃത്തിയുള്ളിടത്തോളം ആരോടും പറയത്തില്ല. പറയുമ്പോൾ എല്ലാം ഒരു 10 പ്രാവശ്യം പറഞ്ഞവരായിരിക്കും. അവർ പിന്നെയും ചോദിക്കും, അയ്യോ കണ്ണിന് വേദനയോ, കണ്ണിന്റെ ഡോക്ടറെ കാണിച്ചില്ലയോ, ആ മരുന്ന് ചെയ്തില്ലയോ, ഈ മരുന്ന് ചെയ്തില്ലയോ. ഇവരോട് 10 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല, ഇന്നതാണ് അസുഖം എന്നുള്ള പറഞ്ഞു. പക്ഷെ ഇവരെ അത് ഓർക്കുന്നില്ല. പിന്നെ ഒരു രോഗത്തിന് ചോദിക്കുക, വെറുതെ ചോദിക്കുക. ഇതാ ലോകമെന്നാണ്. ദൈവമക്കളെന്ന് പറയുന്നവർ പോലും അങ്ങനെ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിന്നെ മനുഷ്യര് മറന്നാലും മറക്കാത്തൊരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ ചെറിയ ഞരക്കങ്ങൾ പോലും അറിയുന്നവൻ. നീ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുള്ളത് അവന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് അതിന് മറുപടി തന്നെ തരിക തന്നെ. പക്ഷേ you have to wait patiently for his time. അവന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ നീ കാത്തിരിക്കണം. അല്ലെങ്കിൽ പിറുപിറുക്കരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. അതിന് ദൈവകൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് ആ സഹവിശ്വാസികളുടെ കൂട്ടായ്മ, ആരാധന, മധ്യസ്ഥ പ്രാർത്ഥന, ഇതൊക്കെ ഇല്ലാതെ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരണമെന്ന് പറയും, കൂട്ടായ്മ ആചരിക്കണമെന്ന് പറയും, തമ്മിൽ ബലപ്പെടുത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. മുമ്പോട്ട് പോകട്ടെ. യോസേഫ് പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ആർക്ക് സ്വപ്നം കൊടുത്തു? ഫറവോന് സ്വപ്നം കൊടുത്തു. ഫറവോൻ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട് സകല മന്ത്രവാദികളെ വിളിച്ചു വരുത്തി. അവർക്കാർക്കും സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകൻ പറഞ്ഞു, തിരുമേനി, എനിക്കൊരു കുറ്റോർമ്മ വരുന്നു. ഒരുത്തൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. ഞാൻ ഇതേപോലെ കണ്ട ദർശനം അവൻ പറഞ്ഞ അതേപോലെ സംഭവിച്ചതാ. വേഗം യോസേഫിനെ വരുത്താൻ പറഞ്ഞു. അവന്റെ കാരാഗ്രഹത്തിന്റെ കുപ്പായം മാറ്റി
ഒരിക്കൽ അവന് പിതാവ് കൊടുത്ത അങ്കി നഷ്ടപ്പെട്ടെങ്കിൽ ഇതാ സ്വർഗസ്ഥനായ ദൈവം അവന് വേണ്ടി ഒരു രാജകീയ പുരോഹിത വർഗം ഒരുക്കുക. ഹല്ലേലൂയ. മനോഹരമായ ഒരു ഉടുപ്പ് അവനെ ഉടുപ്പിച്ചു. കാരണം രാജസന്നിധിയിലേക്ക് ചെല്ലാനുള്ളവരാണ്. കാരാഗ്രഹ വേഷം ധരിച്ച രാജസന്നിധിയിൽ അവനെ പ്രവേശിപ്പിക്കത്തില്ല. അവന് വേണ്ടി ഒരു പുതിയ ഉടുപ്പ്. പ്രിയ സഹോദര സഹോദരി, നിന്റെ പിതാവോ മാതാവോ നിന്റെ പൂർവ്വപിതാക്കന്മാരോ നിനക്ക് തന്ന ചില അവകാശങ്ങൾ നിന്റെ മക്കൾ നിന്ന് പിടിച്ചു പറിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലും നീ നിരാശപ്പെടരുത്. ഹല്ലേലൂയ. തക്ക സമയത്ത് നിനക്ക് അതിലും നല്ലത് തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. യോസേഫ് ഇതാ താൻ കണ്ട സ്വപ്നത്തിന്റെ പൂർത്തീകരണം 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുക. രണ്ടാമനായി അവൻ വാണരെടുക്കുക. ഭക്ഷണ സാധനങ്ങൾ കൊള്ളാനായിട്ട് സഹോദരങ്ങൾ വന്നു. നോക്കണം, നമ്മളായിരുന്നു എന്തോ ചെയ്തേ. ഞാൻ പലപ്പോഴും ഈ ഭാഗത്തൊക്കെ എന്നെ തന്നെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കാം. ഈ സഹോദരങ്ങളെ മുന്നിൽ ഭക്ഷണത്തിന് വേണ്ടി വന്ന് നിന്നപ്പം ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഈ സഹോദരങ്ങൾ തന്നോട് ചെയ്തതെല്ലാം യോസേഫിന്റെ മുന്നിൽ കൂടെ വന്നിട്ടില്ലയോ? യോസേഫ് നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. അല്ല ദൈവദൂതനൊന്നും അല്ലായിരുന്നു, വലിയ പ്രവാചകനും ഒന്നും അല്ലായിരുന്നു, ഒരു സാധാരണ മനുഷ്യൻ. അവന്റെ മനസ്സിൽ കൂടെ ഇത് മുഴുവൻ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ സഹോദരങ്ങൾ തന്നോട് ചെയ്തത്. 13 വർഷം താൻ അനുഭവിച്ച കഷ്ടതകളുടെ നീണ്ട ലിസ്റ്റ് അവന്റെ മുമ്പിൽ കൂടെ കടന്നുപോയിട്ടുണ്ടാകും. പക്ഷെ യോസേഫ് തന്റെ സഹോദരന്മാരോട് വെറുപെടുത്തില്ല. ഒരു ഘട്ടത്തിൽ യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർ ഭ്രമിച്ചുപോയി. പക്ഷെ യോസേഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നോട് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിങ്ങളെ സംരക്ഷിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നെ മുന്നേ അയച്ചതാണ്. ഹല്ലേലൂയ. 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 ദൈവം ചില സ്ഥാനങ്ങളിൽ നമ്മെ മുന്നേ അയച്ചെന്ന് വരാം. നമ്മളെയും നമ്മുടെ പിതൃഭവനത്തെയും സംരക്ഷിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്, അവൻ എത്ര വാക്ക് മാറാത്തവൻ. ഹല്ലേലൂയ. ഇതിനെ പോലെ ആരാധിപ്പാൻ കൊള്ളാകുന്നവൻ മറ്റാരുമില്ല, ഇവനെ പോലെ പിൻപറ്റാൻ കൊള്ളാകുന്നവൻ മറ്റാരുമില്ല. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടുന്നത് അല്ലേ, ഇവനൊപ്പം പറയാൻ ആരുമില്ല. അതെ, ഇവനെ പോലെ ആരാധ്യൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്. ആ വാക്യം നമുക്കൊന്ന് എടുത്ത് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 42:36 വായിക്കാം. 42:36. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫില്ല, ശിമെയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു. അടുത്ത വാക്യം ശ്രദ്ധയും ശ്രദ്ധിക്കണേ. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. പ്രതികൂലം ആണോ? യാക്കോബിന് സകലവും പ്രതികൂലമാണോ? പറ. അല്ല. യാക്കോബേ, നിന്റെ പ്രിയ മകനായ യോസേഫ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് നീ കാണാൻ പോവുകയാണ്. ആ സമയത്ത് യാക്കോബ് പറയാ, സകലവും എനിക്ക് പ്രതികൂലമാണ്. പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ ചില സമയത്ത് സകലവും പ്രതികൂലമെന്ന് തോന്നുന്ന സമയത്ത് വിചാരിച്ചോണം, ഇതൊന്നും പ്രതികൂലമല്ല, ഇതിന്റെ അപ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന മനോഹരമായ ഒരു വഴിയുണ്ട്. ഹല്ലേലൂയ. 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 ആമേൻ. ദൈവത്ര വിശ്വസ്തൻ. യാക്കോബ് ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് നമുക്ക് വായിക്കണം. 45:27. ഉൽപ്പത്തി പുസ്തകം 45:27.
ജോസഫ് തന്നോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. ആ. തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ കണ്ടപ്പോൾ അവന്റെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവ പൈതലേ, നിനക്ക് വീണ്ടും ദൈവം ചൈതന്യം തരത്തക്കവണ്ണമുള്ള, നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു സുദിനമുണ്ട്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. നിന്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ ദുഃഖിപ്പിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ ബുദ്ധിമുട്ടിച്ചവരുടെ മധ്യത്തില് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ദൈവ പൈതലാണോ? ദൈവമുഖത്തിലേക്ക് നോക്കുന്നവനാണോ? നോക്കുന്നവളാണോ? നീ ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ വലിയവനാണ്. ദൈവത്തിന്റെ സ്വന്തം പുത്രന്റെ ചങ്കിലെ ചോരയുടെ വിലയാണെങ്കിൽ നിന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളവൻ ഒരുത്തനുണ്ട്. പൗലോസ് കപ്പൽച്ചേതത്തിനകപ്പെട്ടപ്പോൾ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ യഹോവ. ഹല്ലേലൂയ. നമുക്കൊരു ഉടയവനുണ്ട്. എന്താ അതിന്റെ അർത്ഥം? We have got a person to be who is responsible for us. നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി ഇടപെടാൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ, നമുക്ക് വേണ്ടി ശത്രുവിന്റെ വായ അടയ്ക്കാൻ, നമുക്ക് വേണ്ടി നമ്മളെ മാനിച്ചുയർത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുവനുണ്ട്. അവനാരാ? രാജാതിരാജാവാ. അവൻ കർത്താതി കർത്താവാ. രാജാക്കന്മാരുടെ രാജാവാ. കർത്താക്കന്മാരുടെ കർത്താവാ. അവന്റെ മേലിൽ വേറെ ആരില്ല. അവനാണ് ഉന്നതൻ. അവനാണ് ശാശ്വതവാസി. ഓ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. അനേക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ചരിത്രം അല്ലേ? എരിയുന്ന തീച്ചൂളയിൽ വീണപ്പെട്ടു. അവരെ ഡെഫിനറ്റായിട്ട് പറഞ്ഞു, രാജാവേ, ഈ തീച്ചൂളയിൽ വീണ നീ ഞങ്ങളെ എറിഞ്ഞാൽ ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കത്തില്ല. തീച്ചൂളയിൽ എറിയപ്പെട്ടു. പക്ഷെ തീച്ചൂളയുടെ നടുവിൽ നാലാമനായി ദൈവസാന്നിധ്യം വെളിപ്പെടുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീച്ചൂളയുടെ അനുഭവം ദൈവം അനുവദിക്കും. പക്ഷേ അതിന്റെ നടുവിൽ നാലാമനായി ഒരുവൻ നമ്മളോട് കൂടെ ഉണ്ട്. തീയുടെ മണം പോലും ഏൽക്കാതെ നമ്മളെ പുറത്തുകൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ശക്തി. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇടപെട്ടു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീയുടെ നടുവിൽ നിന്ന് ഒരു പുകയുടെ മണം പോലും ഏൽക്കാതെ പുറത്തു വന്നപ്പോൾ നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു പറയാണ്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. ജാതീയ രാജാവിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുക, ഇവരാരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം. ദാനിയേലിന്റെ അനുഭവം നമുക്കറിയാം. സിംഹങ്ങളുടെ കുഴിയിൽ അവൻ ഇടപെട്ടു. ദാരിയോവേശ് രാജാവ് ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ശക്തനായെന്ന് ചോദിക്കുമ്പോൾ ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ചില സമയത്ത്, ചില സന്ദർഭങ്ങളിൽ നിന്റെ നേരെ ഗർജിച്ച് നിൽക്കുന്ന സിംഹങ്ങളുടെ വായടപ്പിക്കാൻ അവരെ മിണ്ടാതാക്കുവാൻ, ശത്രുവിനെയും പകരെയും മിണ്ടാതാക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന എന്താ? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, പ്രതികൂലങ്ങൾ കണ്ട് തളർന്നു പോകരുത്, പ്രതികൂലങ്ങൾ കണ്ട് ക്ഷീണിച്ചു പോകരുത്. ധൈര്യമായി മുമ്പോട്ടോടണം. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.
അവൻ വാക്ക് മാറാത്തവനാണ്. Amen. അവൻ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. Oh, glory, glory. ഹല്ലേലൂയ. Thank you, Lord. അവൻ Thank you, നമ്മെ Lord. കരം പിടിച്ച് അവന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മളെ നടത്തി അവസാനം നിത്യതയിൽ നമ്മെ എത്തിക്കുന്ന ദൈവമാണ്. Amen. ഹല്ലേലൂയ. Hallelujah. അതാ നമ്മുടെ ബലം. പുസ്തകത്തിൽ അവസാനം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യാം. ഒരുപാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ മാറോട് ചേർന്നിരുന്ന തന്റെ അരുമ ശിഷ്യൻ കർത്താവ് പോലും യോഹന്നാനെ കുറിച്ച് എന്തോ പറഞ്ഞു. അല്ല, യോഹന്നാൻ തന്നെ തന്നെ വിശേഷിപ്പിച്ച് എന്തുവാ? കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ. അത് ഞാനൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തതാണ് കേട്ടോ. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, തന്റെ മാറോട് ചേർന്നിരുന്ന അവന്റെ ആലോചനകളൊക്കെ ഒപ്പിയെടുത്ത തന്റെ ശിഷ്യൻ. ദൈവിക മർമ്മങ്ങൾ, പ്രത്യേകിച്ച് ഈ തിരുവത്താഴത്തിന്റെ മർമ്മങ്ങളൊക്കെ വാസ്തവത്തിൽ യോഹന്നാനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. അത് പിന്നീട് ഒരിക്കൽ ഞാൻ ദൈവം അനുവദിച്ചാൽ ആ ഭാഗത്തേക്ക് ഞാൻ എടുക്കാം. കാരണം അവരെ കല്യാണത്തിന്റെ ഉപമയൊക്കെ വാസ്തവത്തിൽ യോഹന്നാൻ അപ്പോസ്തലനാണ് അത് ഏറ്റവും കൂടുതൽ നന്നായി വിവരിച്ചിട്ടുള്ളത് മറ്റുള്ള സുവിശേഷങ്ങളിൽ കാട്ടുന്നത്. എന്താണ് അതിന് കാരണം എന്നൊക്കെ ഞാനിപ്പം കിടക്കുന്നില്ല. അതിൽ വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് പിന്നീട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാം. ആ യോഹന്നാൻ അവന് ചക്രവർത്തി പിടിച്ചു, എരിയുന്ന എണ്ണയിൽ അവനെ മുക്കി. പക്ഷെ എന്നിട്ടും ജാകാൻ എന്ത് ചെയ്തു? പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. ഇപ്പൊ യോഹന്നാൻ ഇവിടെ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് കർത്താവിന്റെ സ്നേഹം മതിയാവോളം നുകർന്നവൻ ഇപ്പൊ എവിടെ കിടക്കുക? പത്മോസ് ദ്വീപ്. പത്മോസ് ദ്വീപിന്റെ അനുഭവം എന്തുവാ? ചുറ്റും നോക്കിയാൽ എന്തുവാ? വിശ്വാസികളുണ്ടോ? ഹല്ലേലൂയ ഉണ്ടോ? സ്തോത്രമുണ്ടോ? കൂട്ടായ്മയുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ചുറ്റും എന്ത് മാത്രം? വെറും എല്ലുകളും പിന്നെ താൻ ചാകാനായിട്ട് നോക്കി ഇരിക്കുന്ന കഴുകന്മാർ. പക്ഷെ അതിന്റെ മധ്യത്തിൽ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു. വെളിപാട് 4:1. 4:1. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലെ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. കർത്താവ് യോഹന്നാന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാന് പ്രത്യക്ഷപ്പെടുന്നു. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നമ്മൾ സഭകളോടുള്ള ദൂത് കാണുന്നു. സഭകൾക്ക് 7 സഭകൾക്കുള്ള ദൂത് യോഹന്നാൻ അപ്പോസ്തലൻ കൂടെ അരുളി ചെയ്തതിനു ശേഷം ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്ന സകല മർമ്മങ്ങളും യോഹന്നാനെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ ഓരോന്നും കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. അന്ത്യകാലത്ത് സംഭവിക്കേണ്ടുന്ന സകല കാര്യങ്ങളും തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ദൈവം അവനെ പറ്റിയവിടെ അയച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്ക് വലിയൊരു വെളിപാട് പുസ്തകം നമ്മുടെ കരങ്ങളിൽ കിട്ടിയല്ലേ. മറ്റുള്ള സുവിശേഷങ്ങളെക്കാൾ ലേഖനങ്ങൾ അതിനെല്ലാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന സകല കാര്യങ്ങളും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒഴിച്ചാൽ, ദാനിയേലിന്റെ പുസ്തകം ഒഴിച്ചാൽ ബാക്കി പിന്നീട് നമുക്ക് വ്യക്തമായി വിശദമായി രേഖപ്പെടുത്തി കിട്ടിയത് വെളിപാട് പുസ്തകത്തിലാണ്. പക്ഷേ ആ വെളിപാട് പുസ്തകം സഭയ്ക്ക് നൽകേണ്ടതിന് യോഹന്നാൻ എവിടെ പോകേണ്ടിയിരുന്നു? പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടേണ്ടത് ആവശ്യമായി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. നമുക്കത് അന്നേരം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തി തരിക തന്നെ. എന്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ 2000-ലാണ് ചുങ്കത്തറ മർത്തമ കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ഡെപ്യൂട്ടേഷൻ പോയി. ഞാൻ ഒരു കാലത്തും ഒരു പ്രിൻസിപ്പലാകാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. കാരണം ഈ പ്രിൻസിപ്പൽഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടി.
ഈ ഞാൻ കോളേജ് അധ്യാപകനായിരുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല കുഞ്ഞുങ്ങളോടും കർക്കശമായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ പിന്നീട് ഫൈനലായിട്ട് നമ്മൾ ഈ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും മുഴുവൻ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ട് പറയും. നമ്മുടെ കംപ്ലൈൻറ്റും പറയും. പിന്നെ കംപ്ലീറ്റ് ആക്ഷൻ എടുക്കുന്ന പ്രിൻസിപ്പലാണ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്ഷൻ എടുക്കുന്നതുകൊണ്ട് എന്ത് സമരം വന്നാലും ആരുടെ നേർക്കാ വരിക? പ്രിൻസിപ്പലിന്റെ നേർക്കാ വരുന്നത്. കാരണക്കാരൻ ഞാനാണ്, പക്ഷേ നടപടി നേരിടേണ്ടി വരുന്ന മുഴുവൻ പ്രിൻസിപ്പലാണ്. ഞാൻ ഒരുപാട് സമയങ്ങളിൽ അങ്ങനെ പ്രിൻസിപ്പലും മാനേജ്മെന്റും ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അവരൊരിക്കലും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല, എന്നോട് എതിർത്ത് പറഞ്ഞിട്ടില്ല, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. ആരെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ മാനേജ്മെന്റുമായിട്ട് മാനേജ്മെന്റിന്റെ പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തിയുടെ പെങ്ങടെ മകൻ പോലും ഒരു പ്രശ്നവുമായിട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, അലക്സാണ്ടർ സാർ എടുത്ത ആക്ഷനാണോ, ഞങ്ങൾ അതിന്റെ പുറത്ത് മിണ്ടത്തില്ല, പൊന്നു മക്കൾ എന്തുവാണെന്ന് വെച്ചാൽ പോയി സാറിന്റെ അടുത്ത് ക്ഷമ ചോദിച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇടപെടത്തില്ലെന്ന് പറഞ്ഞു. ഒരാഴ്ച വരെ കോളേജ് അടച്ചിട്ട സന്ദർഭങ്ങൾ വരെയുണ്ട്. ഞാൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തതിന്റെ പേരിൽ. അങ്ങനെയുള്ള ഞാൻ കോളേജിലെ പ്രിൻസിപ്പലായാലും എങ്ങനെ ഇരിക്കും? ഈ നിങ്ങൾ ആരെങ്കിലും സ്വന്തം ഭർത്താവിന് കോളേജ് പ്രിൻസിപ്പലായി അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്നറിയുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദിവസം മുഴുവൻ കരഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? എന്റെ ഭാര്യയുണ്ട്. അവള് ദിവസം മുഴുവൻ ഇരുന്ന് കഴിഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ സമ്മതിക്കത്തില്ല, മോനിച്ചാനെ കൊണ്ട് ഈ പ്രിൻസിപ്പൽഷിപ്പ് പണി എന്ന് പറയുന്നത് പറ്റിയതല്ല. കാരണം ഞാനൊരു എടുത്തിയാട്ടക്കാരനാണ്, ക്ഷിപ്രകോപിയ, ശരിയാകത്തില്ല. പക്ഷെ എനിക്ക് 7 വർഷം മുമ്പ് PT വർഗീസ് വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഈ 7 വർഷത്തിന് ശേഷം മർത്തോമാ സഭയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ദൈവം ബ്രദറിനെ കൊണ്ടുപോകും. എന്റെ ദൈവത്തിന്റെ ഹിതമാണ്, അത് എടുത്തോളം എന്ന് പറഞ്ഞു. സൂക്ഷം പോലെ 7 വർഷം കഴിഞ്ഞപ്പോൾ 93 അത് പറയുന്നത്. സൂക്ഷം പോലെ 7 വർഷം കഴിഞ്ഞപ്പോഴത് സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചു. PT വർഗീസിൽ കൂടെ പറഞ്ഞ നാളിലെ പ്രവചനം എന്നെ ഓർമ്മിപ്പിച്ചു. കറക്റ്റ് 7 വർഷം കഴിഞ്ഞു. 93 പറയുന്നത്. ബൈബിൾ ഭവൻ എന്ന് പറഞ്ഞ് മത്തായിബ്രദറിനൊക്കെ അറിയാം. ബൈബിൾ ഭവനിൽ വെച്ചാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഈ പ്രവചനം എന്നോട് പറയുന്നത്. അപ്പോ അതിനനുസരിച്ച് എന്നിട്ട് ഇവർക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമായി. പിന്നെ ഞങ്ങൾ ചില അടയാളങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അവിടെ പ്രിൻസിപ്പലായിട്ട് പോകേണ്ടതാവുന്ന സാഹചര്യമാണ്. 2 വർഷവും ശരിക്ക് മുള്ളിന്റെ മേളിലായിരുന്നു. എന്നും പ്രശ്നങ്ങളാണ്. കാരണം ഞാൻ പുറത്തുനിന്ന് ചെയ്യുന്നത് അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ തന്നെ പ്രിൻസിപ്പൽഷിപ്പിലുള്ള കുപ്പായം ധരിപ്പിച്ചിരിക്കുന്ന പലരുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ പേര് പറയത്തില്ല. പലരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞപ്പോ ആ നിമിഷം മുതൽ, ഞാൻ ചെന്നിറങ്ങിയ അന്ന് മുതൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ ചിലർക്കൊക്കെ ഇവിടെ ഒന്നുകിൽ SFIക്കാരുടെ പിന്തുണ ഉണ്ടാവും, അല്ലെങ്കിൽ KSUക്കാരുടെ പിന്തുണ ഉണ്ടാവും. ഇത് ടീച്ചേഴ്സ് 2 കൂട്ടത്തിൽ പെട്ടവരുണ്ട്. ഇവരുടെ എല്ലാ അനുയായികളും സ്റ്റുഡൻസ് നേതാക്കന്മാരുണ്ട്. ഇവര് 2 കൂട്ടർക്ക് തന്നെ വേണ്ടാത്തത് കൊണ്ട് 2 കൂട്ടരും പിള്ളേരെ ഇളക്കി വിട്ട് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. ഒരുപാട് പ്രയാസങ്ങൾ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഓരോ രാത്രിയിലും കൈ പിടിച്ചിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാണ് അടുത്ത ദിവസത്തിലേക്ക് പോകുന്നത്. അങ്ങനെ 2 വർഷം, 1-2 ദിവസമല്ല, 2 വർഷം ദൈവസന്നിധിയിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം ആലോചന തന്നാണ് ഈ 2 വർഷം ഞങ്ങൾ നടന്നത്. അന്നൊന്നും എനിക്ക് ഉദ്ദേശം മനസ്സിലായി. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു, ദൈവമേ, ഞാൻ തളിപ്പറമ്പ് സർസേജ് കോളേജിൽ മുസ്ലിം കോളേജാണെങ്കിലും സ്വസ്ഥമായിട്ട് പിള്ളേരെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു അധ്യാപകനായി ഏതാണ്ട് ഒരു 30 വർഷത്തോളം ആയപ്പോൾ ഞാൻ ഈ ഗതികേടിന് വന്നു പെട്ടല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാം, ഞാൻ സാധാരണ മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ വലിയ ആൾക്കാരൊന്നും അല്ല, സാധാരണ മനുഷ്യനാണ്, ജനലക്ഷങ്ങളോടുകൂടിയ സാധാരണ മനുഷ്യൻ. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുവാ ഇത്? ഞാൻ അവിടെ സുഖമായിരുന്നിടത്തുനിന്ന് നീ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് ഒരുപാട് അനുഭവങ്ങളാണ്. എനിക്ക് ആത്മഹത്യ പ്രേരണയ്ക്ക് കേസ് എടുക്കുമെന്ന് വരെ വന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്
അതിന്റെ നടുവിലെല്ലാം ഓരോ ദിവസവും ദൈവം മാനിച്ച് 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 ഒന്നിലും തകരാതിരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ കൊണ്ടുവന്നു. അന്നേ ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറെ 2 വർഷമേ അവിടെ ഇരിക്കത്തുള്ളൂ, 2 വർഷം കഴിയുമ്പോൾ ബ്രദർ അവിടെ നിന്ന് ഇറങ്ങും. അടുത്ത 1 വർഷം വേറെ വെളിയിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷന്റെ കംപ്ലീറ്റ് ചുമതല വഹിക്കാൻ അവർ ആവശ്യപ്പെടും. ബ്രദർ എടുക്കണം. 1 വർഷം അവിടെ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നീട് ബ്രദർ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ സർവീസ് പീരീഡ് കുറച്ചുകൂടെ ഉണ്ട്, 1 അക്കാഡമിക് ഇയർ കൂടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഡെപ്യൂട്ടേഷൻ എക്സ്റ്റൻഷൻ തരാതിരിക്കാൻ ഗവൺമെന്റ് ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലെല്ലാം രാഷ്ട്രീയക്കാർ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി ഹൈക്കോടതിയിൽ ഒരു പഴയ ഓർഡറും കൊണ്ട് ചെന്ന് എൻ്റെ ഡെപ്യൂട്ടേഷൻ എക്സ്റ്റൻഷൻ ഓർഡർ തടഞ്ഞു വെച്ചു, ക്യാൻസൽ ആയി, അനുവാദം തന്നില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ബിഷപ്പിനെ, മാനേജർ ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞു. കാരണം കീ എല്ലാം കംപ്ലീറ്റ് കീ ഹാൻഡ് ഓവർ ചെയ്ത് അന്ന് രാത്രി തന്നെ എനിക്ക് ചാർജ് ഒഴിയണം. ലാസ്റ്റ് ഡേയിലാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. വസ്തുത ഭയങ്കര ചതിയായിരുന്നു. പക്ഷെ അതിനെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടു. ഞാൻ ലജ്ജിച്ചു പോകാൻ എൻ്റെ സർവീസ് ഒരു ബ്രേക്ക് വരാൻ ദൈവം സമ്മതിച്ചില്ല. ഞാൻ അന്ന് അവിടുന്ന് താക്കോലും കൊടുത്തിട്ട് ഞാൻ ആ സ്റ്റെപ്പ് വളരെ വേദനയോടെ ഇറങ്ങുമ്പോൾ ദൈവത്തിന് അന്നോന് പറഞ്ഞു, മോനെ നീ അപമാനിക്കപ്പെട്ടവനായി ഈ സ്റ്റെപ്പ് ഇറങ്ങിയെങ്കിൽ ഞാൻ നിന്നെ ഒരു നാളിൽ മാനിച്ച് ഈ സ്റ്റെപ്പ് കെട്ടിത്തൊരു ദിവസം ഉണ്ടെന്ന്. എന്താ സംഭവിച്ചെന്നറിയാമോ? 1 വർഷം മുമ്പ് 40 വർഷം കോളേജിൽ കഴിഞ്ഞപ്പോൾ പഴയ പ്രിൻസിപ്പൽമാരെയും ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെ എല്ലാം വിളിച്ച് ഒരു ആദരിക്കൽ ചടങ്ങുണ്ടായി. അപ്പൊ ഇപ്പോൾ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ആളുള്ള ഒരു ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് നിർബന്ധമായി വന്നേ പറ്റൂ, സാറ് വാങ്ങി വരണം. അദ്ദേഹം എനിക്കും വൈഫിനുമുള്ള AC സെക്കൻഡ് ക്ലാസ് AC ടിക്കറ്റ് എല്ലാം തേർഡ് AC ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് തന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നിലമ്പൂരുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു IB ഉണ്ട്, ഗവൺമെന്റിന്റെ IB, വളരെ മനോഹരമായ ഒരു IB-യാണ്. അവിടെ റൂമെല്ലാം ബുക്ക് ചെയ്ത് എന്നെ കാറിൽ കൊണ്ടുപോയി ഇങ്ങനെ എല്ലാ ക്രമീകരണവും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മീറ്റിങ്ങിന് ഞാൻ ചെന്ന കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എല്ലാവരും ഓടി വന്ന് എന്നെ കൈ പിടിച്ച്, ബാവയുടെ കൈയൊക്കെ വിട്ടു, ഇവരെല്ലാം ഓടി വന്ന് കൈ പിടിച്ച് 2 പേര് കൈ പിടിച്ച് ഞാൻ ആ സ്റ്റെപ്പ് തിരിച്ച് മുകളിലോട്ട് കയറി. ഞാൻ ആ സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയപ്പോൾ ദൈവത്തിന് ആത്മാവിനോട് പറഞ്ഞു, മോനെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്റ്റെപ്പ് എങ്ങനെ ഇറങ്ങി? അന്നേരം ഞാൻ നിന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, നിന്നെ മാനിച്ച് ഞാൻ ഈ സ്റ്റെപ്പ് കയറ്റുന്ന ഒരു ദിവസം. അതിന് രസം എന്താണെന്നറിയാമോ? ഞാൻ മീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് 2 ബിഷപ്പന്മാരുണ്ട്. ഒരു ബിഷപ്പിന് എന്നെ അറിയത്തില്ല, ഒരു ബിഷപ്പ് എന്നെ മാനേജരാണ്. അപ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ട് സ്റ്റേജിലോട്ട് കയറി ഒക്കെ പ്രസംഗിച്ച് ഇതൊക്കെ അവര് പൊന്നാട അണിയിക്കലും ഒരു കപ്പ് തിരിയും ഒക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ആ സമയത്തുള്ള ബിഷപ്പ് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഈ പ്രൊഫസർ T. അലക്സാണ്ടർ എനിക്ക് അറിയത്തില്ല, ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും വയ്യാത്ത മനുഷ്യൻ ഇത്രയും എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്ന് ഈ സ്റ്റെപ്പ് കയറി വന്ന് ഈ കോളേജിന്റെ ഫംഗ്ഷന് വന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ കോളേജിനോടുള്ള പ്രതിബദ്ധതയും കോളേജിനോടുള്ള സ്നേഹവും ഞാൻ മനസ്സിലാക്കാം. ഒരു വാക്കുള്ളത് ഇവിടെ തന്നെയുള്ള അനേക വർഷം പ്രിൻസിപ്പൽമാരായിരുന്നു പലരും ഇന്ന് ഈ മീറ്റിങ്ങിലില്ല. അവരെല്ലാം തങ്ങളുടെ പ്രിൻസിപ്പൽഷിപ്പ് കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ ഈ പ്രൊഫസർ T. അലക്സാണ്ടർ സാറ് കോളേജിന്റെ നന്മയ്ക്കായി പ്രവർത്തിച്ചത് നിങ്ങളാരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പറയാതെ ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഒരു കാലത്ത് അപമാനിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം നമ്മളെ മാനിക്കും. തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി തിരിച്ചു വന്ന് സർസേത് കോളേജ് ജോയിൻ ചെയ്തു. അതിന്റെ രസം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പെട്ടെന്ന്, കാരണം എനിക്ക് പകരം ഒരാളിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിനെ റിലീവ് ചെയ്യാതൊന്നും എനിക്ക് അവിടെ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ തലേന്ന് രാത്രി മാനേവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഡെപ്യൂട്ടേഷൻ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടില്ല, ഞാൻ നാളെ അവിടെ വന്ന് ജോയിൻ ചെയ്തോട്ടെ
വന്നോട്ടെ, നാളെ ജോയിൻ ചെയ്തില്ല, എൻ്റെ സർവീസ് ബ്രേക്ക്. അതേ ഉടനെ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, സാർ എപ്പം വന്നാലും ഞങ്ങൾ 2 കൈ നീട്ടിയിരിക്കുക, സാറ് വന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പേക്ക് വന്ന് ചൊപ്പിട്ട് എന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 5 മണിക്ക് മുമ്പ് എന്നും ഒപ്പിടാൻ വേണ്ട സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സർവീസ് ബ്രേക്കും വരാതെ എല്ലാ കാര്യങ്ങളും ദൈവം. അത് കഴിഞ്ഞപ്പം അവിടെ തന്നെ ഉള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ, ചുമത്തറ തന്നെ ഉള്ളു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് ചേരണമെന്നാണ്. അത് ഈ പറഞ്ഞ മാതിരി വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ PG പറഞ്ഞൊരു പ്രവചനവും കിടക്കുന്നുണ്ട്. കാരണം അവർക്ക് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു, ഞങ്ങളെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ട് പോകാൻ. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ 5 വർഷത്തെ കോൺട്രാക്റ്റാണ് തന്നു. ഇവക്കും ജോലി, ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞു. അവൾക്കും ശമ്പളം, കുറച്ചാൾ അവർക്കും ശമ്പളം കിട്ടുക. 1 വർഷം അവർക്കും കിട്ടി ശമ്പളം. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന് വലിയൊരു താമസിച്ചിട്ട് ക്വാർട്ടേഴ്സ്, വലിയ ക്വാർട്ടേഴ്സ്, ഡ്രൈവ്, പിന്നെ നമ്മുടെ കാറിന്റെ പെട്രോൾ ഫ്രീ, പിന്നെ ആയമാർ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അവരെ വിളിച്ചാൽ ഒന്ന് സഹായങ്ങൾ ചെയ്തു തരും. പിന്നെ വാനിന്റെ ഡ്രൈവർമാരുണ്ട്, അവർ വന്ന് നമ്മുടെ കാറ് പറയാതെ തന്നെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തുടച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടിട്ട് തരും. എല്ലാ സൗകര്യം രാജകീയം. 1 വർഷം കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു 10 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ദൈവം അവിടെ മുള്ളിടാൻ തുടങ്ങി. അന്നേരവും മനസ്സിലാക്കാൻ പ്രയാസം. പ്രവചനമൊക്കെ ഒരു വശത്ത് കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ രാജകീയമായിട്ട് സുഖിച്ചിരിക്കുകയല്ലയോ. അപ്പൊ എങ്ങനെയാ വിട്ടേച്ച് കസാര വിടാൻ തോന്നുന്നു സുഖിച്ചേ? തോന്നത്തില്ല. ഞാൻ അവിടെ ഒന്ന് അള്ളി പിടിച്ചിരിക്കാനൊക്കെ ഒന്ന് വിശ്രമമൊക്കെ നടത്തി. പക്ഷെ തമ്പുരാൻ മുള്ളങ്ങോട്ട് മുറുക്കി കഴിഞ്ഞപ്പം അവസാനം ആകപ്പാടെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു, ഇതിനിടയ്ക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറയാൻ തുടങ്ങിയ മണിക്കൂറിൽ പറയാനുണ്ട്. ദൈവം ഞങ്ങളെ നുറുക്കിയത്, he has crushed us to the core. പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ രസമാണ്, പക്ഷെ അനുഭവിച്ചിട്ടുള്ള എനിക്കറിയാം. ഇത് മാത്രം നുറുക്കപ്പെട്ടെന്നറിയാം, ഇത് മാത്രം തകർക്കപ്പെട്ടെന്നറിയാം. ആ സമയത്തൊന്നും പലതും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നീടുണ്ടായിരുന്നറിയാമോ, ഞാൻ 2004 അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ അതുവരെ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല. ഞാൻ 2005 മദ്രാസിൽ എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ്റെ 60th ബർത്ത്ഡേക്ക് എന്നപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു കസിനെ ഞാൻ പരിചയപ്പെട്ടു. ആ കസിന് എന്നോട് ചോദിച്ചു, എൻ്റെ പെട്ടെന്ന് മോലി എന്നാണെന്നറിയാമല്ലോ, ഡിസ്റ്റന്റ് കസിൻ, എനിക്ക് അറിയത്തില്ല, അന്നേരം കാണുന്നതാണ്. അതായത് എന്നോട് ചോദിച്ചു, മോനി വെളിയിൽ പോയിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ചയ്യോ, ഇത്രയും നന്നായി പ്രസംഗിക്കുന്ന ആൾ ഇതേവരെ വെളിയിലൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് പോലും ഈ അടുത്ത സമയത്ത് ബിനുവിൻ്റെ എടുത്തപ്പോൾ പാസ്പോർട്ട് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഇതേവരെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യാം, എല്ലാ ബയോഡേറ്റ, എല്ലാം പാസ്പോർട്ടിൻ്റെ കോപ്പി എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എല്ലാം അയച്ചു കൊടുത്ത് 3 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം എനിക്ക് കുവൈറ്റിൽ പോകാനുള്ള വിസ റെഡിയാക്കി തന്നത്. 1.5 മാസത്തേക്ക് പോകാനായിട്ട്. 3 മാസം വരെ കണ്ട് നിൽക്കാം, പോകാനായിട്ട് വിസ റെഡിയാക്കി തന്നു. അപ്പോൾ 2005 ഞാൻ കുവൈറ്റിൽ പോയി. ഞാൻ കുവൈറ്റിൽ പോയതുകൊണ്ട് വലിയ കാര്യം പറയാനല്ല എനിക്ക് പറഞ്ഞത്. 2005 കുവൈറ്റിൽ പോയി. 3 ആഴ്ചയോളം അവിടെ ഒരുപാട് സ്ഥലങ്ങൾ പ്രസംഗിക്കാൻ അവസരം തന്നു. ഞാൻ അതുവരെ വിദേശത്ത് പോയിട്ടില്ല. അപ്പം ഈ പണ്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, നല്ല മണമുള്ള സോപ്പ്, പെർഫ്യൂം, ഇതൊക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കൊതിയോടെ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ലല്ലോ എന്നൊക്കെ വളരെ നിരാശപ്പെട്ട് വെക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. അപ്പം ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അന്ന് കുവൈറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് 2 പെട്ടി കൂടെ 40 കിലോയാണ്, 20 കിലോയെ കൊണ്ടുവരാൻ. ഞാൻ ആരോടും ഒരു സാധനം ചോദിച്ചിട്ടില്ല. പലയിടത്ത് കൂട്ടാക്കി ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇവിടെ വരുന്നവരെല്ലാം അവരുടെ പ്രൊജക്റ്റുകളെ കുറിച്ച് പറയും. ആ പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടും. അത് കുവൈറ്റില് അറിയാമല്ലോ, കുവൈറ്റിലെ പണത്തിന് ഭയങ്കര വിലയാണ്. ഒരു എത്ര ഓർമ്മയുണ്ടോ? ഇല്ലേ, പോട്ടെ, നമ്മുടെ വിഷയമില്ല. ഏതാണ്ട് 150-160 രൂപയാണ് ഒരു കുവൈറ്റ് ദിനാറിന്. അപ്പൊ ഒരു 10-100 ദിനാർ കിട്ടിയാൽ എത്ര രൂപയായി? ഒരുപാട് പേരെ എന്നോട് പറഞ്ഞു, സാറേ പ്രൊജക്റ്റുകളൊന്നുമില്ല, പ്രൊജക്റ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾ പൈസ പിടിച്ചാൽ ഇഷ്ടംപോലെ പൈസ കിട്ടും. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രൊജക്റ്റും ഇല്ല, എനിക്കൊന്ന് വരണം, ഇവിടെയൊക്കെ ദൂരം സംസാരിച്ച അവസരം, കർത്താവസരം അത്രയും മതി. എന്നിട്ടും
എൻ്റെ ഒരുപാട് പേര് ഒരുപാട് സാധനങ്ങൾ കൊണ്ടു തന്നു. എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ എൻ്റെ ഒരു കസിന് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ എയർപോർട്ടിൽ ലാസ്റ്റ് മിനിറ്റ്, അതാണ് അതിന് ഏറ്റവും വലിയ രസം, അവൻ അതുവരെ എന്നെ കാണാൻ വന്നിട്ടില്ല. ഞാനാണ് അവനെ കൊണ്ടുപോയി പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചതൊക്കെ. അഡ്മിഷൻ കിട്ടാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ കസിനാന്ന് പറഞ്ഞ് സർസേന്ന് കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തവനാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നെന്ന് അറിഞ്ഞിട്ടും ഈ 3 ആഴ്ച തിരിഞ്ഞു പോലും നോക്കിയില്ല. അവസാനം പോകുന്നതിൻ്റെ എയർപോർട്ട് വന്നു. എയർപോർട്ട് വന്നപ്പോൾ ഞാൻ ആകപ്പാട് ഈ സാധനങ്ങൾ കൊണ്ട് അവിടെ ചെന്നപ്പോൾ 20 കിലോ കൂടുതൽ കൊണ്ടുവരാനും പറ്റത്തില്ല. ഞാൻ ആകെ ഇലക്ട്രോണിക് കിടന്ന് കളയാം. ഇതിലെന്തോ കളയേണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ കളയാൻ തോന്നുന്നു ആലോചിച്ച് നോക്കി. ആറ്റ് നോറ്റിന്ന് കിട്ടിയ മുട്ടായി കെട്ടും സോപ്പ് കെട്ടും ഇതൊക്കെ കളയാൻ പറ്റുമോ? അപ്പം ആകെപ്പാട് ഇവൻ അന്നേരം എയർപോർട്ട് വന്നു. അവൻ ചോദിച്ചു, അച്ഛൻ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. അച്ഛൻ ഒന്ന് വിഷമിക്കട്ടെ, ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്. 4 ടിക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ ലഗേജ്. അതവിടെ വെച്ചോളാൻ പറഞ്ഞു. ഞാനങ്ങ് എത്തിച്ചോളാൻ പറഞ്ഞു. അവൻ സകല സാധനം അടുത്ത ആഴ്ച വീട്ടിലെത്തി അവൻ്റെ വീട്ടിലെത്തി. ഞാൻ അവിടെ പോയി ഇവിടെ കടവന്നറയുണ്ടായിരുന്നു. അത് വേറൊരു കാര്യം. 2006 ഞാനും ബാബയും കൂടെ ഇംഗ്ലണ്ടിൽ പോയി. ഞാനവിടെ പോയ കാര്യം പറയാമെന്നല്ലേ പറയുന്നത്. 2006 ഇംഗ്ലണ്ടിൽ പോയി. ഇങ്ങോട്ട് ഞാൻ 1.5 മാസം ഈ ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലങ്ങളും ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ. കാരണം ചർച്ചിന്റെ ഒഫീഷ്യൽ കൺവെൻഷൻ സ്പീക്കറായിട്ട് ചെന്നതാണ്. ഒരിടത്ത് ചെന്നപ്പോൾ അടുത്ത പ്രോഗ്രാം അങ്ങനെ 1.5 മാസം ത്രൂ ഔട്ട് പ്രോഗ്രാം. ഇതെല്ലാം കഴിഞ്ഞപ്പം ഇതുമെല്ലാം കഴിഞ്ഞു. അപ്പം അവിടെ അധികം ഈ നാഷണൽ എക്സ്പ്രസിന്റെ ബസ്സാണ് ഉപയോഗിക്കുന്നത്. ആ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്റർണൽ ഫ്ലൈറ്റ്സ് കുറവാണ്. ഇവരിലധികം നാഷണൽ ബസ് എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരം ബസ്സാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത് പോലെയുള്ള നല്ല ബസ്സുകളാണ്. ഒരു ഷേക്കിംഗ് ഇല്ല, ഒരു കുലുക്കമില്ല. വളരെ മനോഹരമായ നല്ല റോഡ്. നമ്മുടെ ഇവിടുത്തെ റോഡ് പോലൊന്നുമല്ല, നല്ല റോഡ്. വീടുകളെല്ലാം ഭയങ്കര മിറ്റമെല്ലാം നല്ല അലങ്കരിച്ച് മുഴുവൻ വന്ന് പൂക്കളാൽ നിറഞ്ഞത്. അപ്പൊ ഞാൻ ഈ 1.5 മാസം താമസിച്ച എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ. ഇനി അവിടെ ഒരു കഥയുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത് വെച്ചാൽ വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ എൻകറേജ്മെന്റിന് വേണ്ടിയാണ്. പണ്ട് എനിക്ക് ഈ വൈക്കോസവും ക്ഷീരവും ഒക്കെ ആയിരുന്ന സമയത്ത് DGS ദിനകരനെക്കാരൻ മംഗലാപുരത്ത് അദ്ദേഹത്തെ നല്ല പരിചയമുള്ള അവിടുത്തെ വലിയ ബിസിനസ്സുകാരനുണ്ട്, ദേവദാസാരോ പത്താപുരമെന്നറിയാം. അദ്ദേഹത്തെ പിടിച്ച് ഈ DGS ദിനകരനെ കാണാൻ അദ്ദേഹം പാർക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിന്റെ AC റൂമിൽ പോയി അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം കിട്ടി. അവിടെ ചെന്നപ്പം അതിന്റെ ഈ ഇടതാഴിയിലൊക്കെ ഇട്ടിരിക്കുന്ന കാർപ്പറ്റ്സ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം പറയാറുണ്ട്, ഞാൻ പറഞ്ഞ കർത്താവേ, ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ ഒന്ന് താമസിക്കാൻ എനിക്ക് നീ ഒരു അവസരം തന്നെ. സത്യം ഉള്ള കാര്യം പറയണം. അമ്പരാനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ 1.5 മാസം താമസിച്ചു. എൻ്റെ കസിൻ്റെ വീട്ടിൽ തന്നെ. അവിടെ ഭയങ്കര പൈസക്കാരനാണ്. അവൻ്റെ വീട്ടിലിട്ടേക്കുന്ന കാർപ്പറ്റ് മുഴുവൻ ഈ ഹാരാഡ്സിലെ കട എന്ന് പറഞ്ഞ കടയുണ്ട്. ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആണ് അവിടുത്തെ മെയിൻ ഷോപ്പേഴ്സ്. അവർക്ക് അവിടെ പ്രവേശനമുണ്ട്. ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച നല്ല സുന്ദരമായ കാർപ്പറ്റ് വിരിച്ചൊരു വീട്ടിലാണ് 1.5 മാസം ഞാൻ കഴിഞ്ഞു. അന്നേരം ഒരു രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, മോനെ, പണ്ടേ ആ മംഗലാപുരത്ത് ഹോട്ടലിൽ വെച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നീ മറന്നുപോയി കാണും. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. നീ മറന്നുപോയി കാണും, ഞാൻ മറന്നിട്ടില്ല. ഈ ദൈവത്തെ പിൻപറ്റുന്നതിന്റെ അനുഗ്രഹം, നിത്യമുള്ള അനുഗ്രഹവും ദൈവം തരുന്ന ദൈവമാണ്. നീ അത് അന്വേഷിച്ച് നടക്കൊന്നും വേണ്ട. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നന്മയും കരടിയും നിന്റെ ആവിഷ്കാരമൊക്കെ നിന്നെ. 2007 അവിടുന്ന് 1.5 മാസം കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ഹോസ്റ്റൽമേറ്റ് ആയിരുന്ന ബിഷപ്പ്, അന്നത്തെ അവിടുത്തെ ഡയോസിഷ്യൻ ബിഷപ്പ്, അത് എന്നോട് ചോദിച്ചോ, താൻ ഇംഗ്ലണ്ടിലൊക്കെ ചെന്നു എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം തന്നെക്കുറിച്ച്. കാരണം സാധാരണ വരുന്ന അച്ഛന്മാരും പിന്നെ ഉപദേശിമാരും മുഴുവൻ ഇവിടെ പിരിച്ചോണ്ടേ പോകത്തുള്ളൂ. താനൊന്നും പറയാതെ കൊടുത്ത ടീയെ മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അഭിപ്രായം തന്നെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ അമേരിക്കയ്ക്ക് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ കച്ചം കെട്ടിയിരിക്കുക അമേരിക്കയ്ക്ക്. ഞാൻ പറഞ്ഞാൽ വരുന്നു. അപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോഴും അമേരിക്കയിൽ പോയപ്പോഴൊക്കെ, കാരണം ഇത്രയും നാളെ എൻ്റെ കൂടെ നടന്ന ഭാര്യ ഇട്ട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോടൊക്കെ പറയാം, എല്ലായിടത്തൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങളുടെ ഭാര്യമാരെ കൂടെ ഒക്കെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ, തന്നെ പോകും. അത് ഒരു ഭാര്യയൊന്നുമല്ല കേട്ടോ.
അനു അഴുന്നോട് തലയാട്ടുന്നു എന്താന്ന് എനിക്കറിയത്തില്ല. അനു വരാത്തതാ പ്രശ്നം. അതുകൊണ്ട് അപ്പം ഞാൻ അവിടെ 2.5 മാസം, അത് ഭയങ്കര അതിശയമാണ്. അതിശയം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ വരെ ഞങ്ങളെ ആളുകൾ കൊണ്ടുവന്ന് കാണിച്ചു. എന്നെ വീട്ടിൽ കൊണ്ട് വിളിച്ചോണ്ട് പോകാൻ ആളുകളുടെ നീണ്ട ക്യൂ. കാരണം ഒരുപാട് കുണ്ടറക്കാരുണ്ട്, ഇവർക്കെല്ലാം വീട്ടിൽ അമ്മച്ചിയെ എല്ലാവരെയും അറിയാം. അപ്പം പലരും ചെന്നിട്ട് ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഞങ്ങളെ ആ കൊച്ചമ്മയുടെ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചതാ, ചായ കുടിച്ചതാ. ആ കൊച്ചമ്മയുടെ മോനൂടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവസാനം അച്ഛന്മാരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അതിഥിയായിട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തിയച്ച് ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം തരാൻ പറ്റുന്നില്ലല്ലോ സാറേ എന്ന് പറയത്തക്കോണം എന്നെ കൊണ്ടുപോകാനാണുണ്ടായത്. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവ മക്കളെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവദാസന്മാരെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ തലമുറകൾക്ക് ദൈവം അത് എണ്ണി എണ്ണി പ്രതിഫലം നമ്മൾ ഓർത്തോണം. നമ്മൾ ദൈവദാസന്മാരെ ആദരിച്ചാൽ, ദൈവദാസന്മാർക്ക് വേണ്ടി കരുതിയാൽ, അവർക്ക് കൊടുത്താൽ ദൈവം 100 ഇരട്ടിയായി നമുക്ക് നമ്മുടെ തലമുറകൾക്കും തരുന്നത്. അവിടെ വെച്ച് വേറെ രസകരമായ സംഭവങ്ങളുണ്ടായി. ഞാൻ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും, കാരണം അവർ സമയം കൊടുക്കണം. ഞാൻ പണ്ട് ഈ ഫ്ലൈറ്റ് കയറിയിട്ടില്ലല്ലോ. അപ്പം 2004 ഞാൻ ഒരിക്കലും ഇവിടെ എറണാകുളത്ത് അന്ന് ഒരു ചെറിയ വീട്ടിലാണ് താമസം. ഞങ്ങളുടെ വീട് ഒഴിഞ്ഞു കിട്ടാറുണ്ട്, ചെറിയ വീട്ടിലാണ് താമസം. വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 2006 ഒഴിഞ്ഞു കിട്ടും. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പ്ലെയിനൊക്കെ ഇങ്ങനെ താന്ന് പറക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ഈ ദൈവൂർവയിലേക്ക് വന്നവരൊക്കെ ഒരുപാട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലാം പോയി അവരിങ്ങനെ പറന്നു നടക്കുക. എനിക്ക് ഒരു പ്രാവശ്യം പോലും ഈ ഫ്ലൈറ്റിൽ കയറാൻ നീ എനിക്കൊരു അവസരം തന്നിട്ടില്ലേ? ഒരു പ്രാവശ്യം. 2005 2006 തമ്പുരാനൊന്നും പറഞ്ഞില്ല കേട്ടോ. 2007 2.5 മാസം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒരു 10-27 ഫ്ലൈറ്റുകൾ മാറി മാറി കയറി. അവസാനം ഞങ്ങൾ ഒരറ്റത്ത് നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് വന്നു. ഞാൻ സ്ഥലത്തിന്റെ പേര് സെന്റ് ലൂയിസ് ഇൻ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് വന്നു. ഈ ഭൂപടം നോക്കിയാൽ 2 അറ്റത്താണ്, ഗോളത്തിന് 2 അറ്റത്താണ്. അപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്തു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ഫ്ലൈറ്റുകൾ മാറി 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 കയറി. ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്ന് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ചോദിച്ചു, മോനെ, ഒരു പരാതി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു പ്രാവശ്യം പോലും നീ എന്നെ ഫ്ലൈറ്റ് കേട്ടിട്ടില്ല, നീ ഒരു പരാതി പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഇരുന്നോളാം, നീ ഇതിനകത്ത് തന്നെ ഇരുന്നു. എന്റെ വാക്കാസ് ഇതെല്ലാം പറഞ്ഞിരുന്നുണ്ട്. ഞാൻ 2004 ആ സ്കൂളിൽ എൻ്റെ 5 വർഷത്തെ കോൺട്രാക്റ്റും പിടിച്ചുകൊണ്ട് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരുന്നേ. എനിക്ക് ഈ സ്ഥലങ്ങളിലൊന്നും പോകാൻ അവസരം ഉണ്ടാകത്തില്ല. അപ്പൊ എനിക്ക് ഭവിച്ചതൊക്കെയും ദൈവനാമ മഹത്വത്തിനും എനിക്ക് നിങ്ങളോട് ഇരുന്ന് ഈ കർത്താവിന്റെ വിശ്വസ്തതയെ കുറിച്ച് വർണ്ണിക്കാൻ ഒരവസരമാക്കി ദൈവം. നമ്മുടെ ദൈവത്തെ വിശ്വസ്തനാണ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ചെറുതും വലുതുമായ സകല കാര്യങ്ങൾ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കുള്ളിലാണ് നീ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു വ്യവസ്ഥ, 2 വ്യവസ്ഥയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം, നമ്മളൊക്കെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്, ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? സകലത്തെക്കാളും ഉപരി നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വചനം നമുക്ക് മുറുകെ പിടിക്കാം. ഈ വചനം നമുക്ക് മുറുകെ പിടിക്കാം, അതിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിനോട് മുറുകെ പിടിച്ച് നമുക്ക് ചോദിക്കാം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നവരാ, നീ നിർണയപ്രകാരം എന്നെ വിളിച്ചതാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും എൻ്റെ നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്ക് മാത്രമല്ല, എൻ്റെ തലമുറകളുടെ നന്മയ്ക്കായി ഈ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങൾ നമുക്ക് സമയം തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കുവാനാകട്ടെ.